ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത രൂപത്തിൽ തിരിച്ചടി കിട്ടും. അതിനെയാണ് നമ്മൾ കാവ്യനീതി എന്നൊക്കെ വിളിക്കുന്നത്. ഇതിനെ എങ്ങനെ വിളിക്കാമോ എന്നറിയില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് ജെഫ്രി എപ്സ്റ്റൈൻ എന്ന കുപ്രസിദ്ധ കുറ്റവാളികളുടെ രേഖകൾ, അതായത് എപ്സ്റ്റൈൻ ഫയലുകൾ പുറത്തു വന്നപ്പോൾ ഇവിടെ വലിയ ആഘോഷമായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയിലെ മോദി വിരുദ്ധ ചേരികൾക്കും നമ്മൾ സ്നേഹത്തോടെ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന ചില തീവ്ര മതരാഷ്ട്രവാദികൾക്കും. കാരണം മറ്റൊന്നുമല്ല, ആ ഫയലുകളിൽ എവിടെയോ നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരു പരാമർശം ഉണ്ടായിരുന്നു പോലും. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി മോദി പാട്ടുപാടി നൃത്തം ചെയ്തു എന്ന മട്ടിലായിരുന്നു അന്നത്തെ പ്രചാരണം. അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താൻ മോദി എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വലിയ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ ഇറങ്ങി. കുറച്ച് ഈ അടുത്തായിരുന്നു സംഭവിച്ചത്. സത്യത്തിൽ ഡിപ്ലോമാറ്റിക് ഭാഷയിൽ രാഷ്ട്രതലവന്മാർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച്, അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ താല്പര്യങ്ങൾ മോദി നടപ്പിലാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നയതന്ത്ര ഭാഷയിൽ ആലങ്കാരികമായി പറയുന്നതാണ് ഡാൻസ് സാങ് എന്ന പ്രയോഗം. അല്ലാതെ പാട്ടുപാടി നൃത്തം ചെയ്തു എന്നല്ല. 100% സാക്ഷരത എന്നൊക്കെ പറയുന്നവരുടെ ഉളുപ്പ് നോക്കണം. എന്തായാലും ആ ഒരു വരിയെ വളച്ചൊടിച്ച് മോദിയെ എപ്സ്റ്റീന്റെ കൂട്ടുകാരനാക്കാൻ നോക്കിയവരുടെ അണ്ണാക്കിൽ പിരിവെട്ടിക്കുന്ന ഒരു വാർത്ത ഇതാ വന്നിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികളുടെ ഏറ്റവും വിശുദ്ധമായ, അവർ ജീവന തുല്യം സ്നേഹിക്കുന്ന പുണ്യഭൂമിയിലെ ആ കറുത്ത തുണി, സാക്ഷാൽ കാബയുടെ കിസ്വ എത്തിയത് എവിടെയാണെന്നറിയാമോ? സാക്ഷാൽ ജെഫ്രി എപ്സ്റ്റൈന്റെ കൈകളിൽ. അതും ലൈംഗിക വൈകൃതങ്ങൾക്ക് പേരുകേട്ട അയാളുടെ സ്വകാര്യ ദ്വീപിലേക്ക്. ഈ വാർത്ത കേട്ട് ഞെട്ടാൻ വരട്ടെ, ഇതിന് പിന്നിലെ കഥകൾ അതിനും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇക്കഴിഞ്ഞ ജനുവരി 30 എപ്സ്റ്റൈൻ ഫയൽസ് ട്രാൻസ്പാരൻസി ആക്ടിന്റെ ഭാഗമായി പുറത്തുവിട്ട ഏറ്റവും പുതിയ ഇമെയിൽ രേഖകളാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. റിലീജിയൻ ന്യൂസ് സർവീസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. 2017 കാലഘട്ടത്തിൽ നടന്ന ചില ഇമെയിൽ സന്ദേശങ്ങളാണ് ഇതിൽ പ്രധാനം. ആ രേഖകൾ പ്രകാരം ജെഫ്രി എപ്സ്റ്റൈൻ എന്ന ലൈംഗിക കുറ്റവാളിക്ക് സൗദി അറേബ്യയിലെ മക്കയിൽ നിന്ന് കാബയുടെ പുണ്യവസ്ത്രമായ കിസ്വയുടെ ഭാഗങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു കഷ്ണം തുണിയല്ല, ഫ്രെയിം ചെയ്ത 3 കിസ്വ കഷ്ണങ്ങളാണ് മക്കയിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് പറന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അസീസ അൽ അഹമ്മദി എന്ന ബിസിനസ്സുകാരിയും അബ്ദുള്ള അൽ മാരി എന്ന വ്യക്തിയും ചേർന്നാണ് ഈ ഇടപാട് നടത്തിയത് എന്ന് ഇമെയിലുകൾ വ്യക്തമാക്കുന്നു. 2017 മാർച്ച് 22 അസീസ എപ്സ്റ്റൈൻ അയച്ച മെയിലിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സുന്നി, ഷിയ തുടങ്ങിയ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട 10 മില്യണിലധികം, 1 കോടിയിലധികം മുസ്ലിങ്ങൾ സ്പർശിച്ച ആ കറുത്ത തുണി ഇതാ എപ്സ്റ്റൈനെ എന്ന്. ചിന്തിക്കണം, കോടിക്കണക്കിന് വിശ്വാസികൾ മുത്തമിടാൻ കൊതിക്കുന്ന, തൊട്ടാൽ പുണ്യമാണെന്ന് കരുതുന്ന ആ വസ്ത്രം അവസാനം ചെന്നെത്തിയത് എവിടെയാണ്? ലോകം കണ്ട ഏറ്റവും വലിയ പെഡോഫൈലിന്റെ, ശിശുഭോഗിയുടെ, സ്ത്രീ പീഡകന്റെ ശേഖരത്തിൽ. ബ്രിട്ടീഷ് എയർവേസിന്റെ കാർഗോ വഴിയാണ് ഇത് കടത്തിയത്. കലാസൃഷ്ടികൾ അഥവാ ആർട്ട് വർക്ക്സ് എന്ന ലേബലിലാണ് ഈ പുണ്യവസ്ത്രം എപ്സ്റ്റൈന്റെ ദ്വീപിലേക്ക് പോയത്. ഈ വാർത്തയുടെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആരാണ് ഈ എപ്സ്റ്റൈൻ എന്നും എന്താണ് ഈ എപ്സ്റ്റൈൻ ഫയലുകൾ എന്നും സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജെഫ്രി എപ്സ്റ്റൈൻ ഒരു അമേരിക്കൻ കോടീശ്വരനായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും വമ്പൻ സ്രാവുകൾക്ക് വേണ്ടി ലൈംഗിക കടത്ത്, സെക്സ് ട്രാഫിക്കിംഗ്, കൂട്ടിക്കൊടുപ്പ് നടത്തുകയും ചെയ്ത കുറ്റവാളിയായിരുന്നു അയാൾ. ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന അയാളുടെ സ്വകാര്യ ദ്വീപ് പാപങ്ങളുടെ ഒരു കൂടാരമായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. എപ്സ്റ്റൈൻ ഫയലുകൾ എന്നത് ഇയാളുമായി ബന്ധപ്പെട്ട കോടതി രേഖകളും ഇമെയിലുകളും ഫ്ലൈറ്റ് ലോഗുകളും ഒക്കെയാണ്. ലോകത്തിലെ വമ്പൻ ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ എന്നിവരൊക്കെ ഇയാളുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് ഈ ഫയലുകൾ തെളിയിക്കുന്നു. അത്തരമൊരു ഫയലിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് അന്ന് അനാവശ്യമായി വലിച്ചഴിക്കാൻ ചിലർ ശ്രമിച്ചത്. എന്നാൽ ഇന്ന് അതേ ഫയലുകൾ തിരിഞ്ഞു കൊത്തുന്നത് ആരെയാണെന്ന് നോക്കൂ. ഇനി എന്താണ് ഈ കിസ്വ എന്ന് നോക്കാം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഭൂമിയിലെ ഏറ്റവും പവിത്രമായ സ്ഥലമാണ് മെക്ക. അവിടെ ഈ കാബ എന്ന് പറയുന്ന, അവിടെ ആ കാബയെ മൂടിയിരിക്കുന്ന സ്വർണത്തിലും വെള്ളിയിലും എംബ്രോയിഡറി ചെയ്ത ആ ഒരു കറുത്ത പട്ട് വസ്ത്രമാണ് കിസ്വ. ഓരോ വർഷവും ഹജ്ജ് തീർത്ഥാടന സമയത്ത് പഴയ കിസ്വ മാറ്റി പുതിയത് അണിയിക്കും. ഏകദേശം $4.5 മില്യൺ, അതായത് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ഇത് നിർമ്മിക്കുന്നത്. 200 കിലോയിലധികം സ്വർണവും വെള്ളിയും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് ഇത് വെറുമൊരു തുണിയല്ല, ദൈവത്തിന്റെ ഭവനത്തെ പൊതിഞ്ഞ ഒരു പുണ്യം തന്നെയാണ്. സാധാരണഗതിയിൽ പഴയ കിസ്വ മാറ്റുമ്പോൾ അത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ലോകത്തിലെ ഉന്നതരായ വ്യക്തികൾക്കോ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്ര തലവന്മാർക്കോ മ്യൂസിയങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് സമ്മാനമായി നൽകുകയാണ് പതിവ്. അങ്ങനെയുള്ള ആ ഒരു അതീവ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് എപ്സ്റ്റൈനെ പോലെയുള്ള ഒരു കാമഭ്രാന്തന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്ന് ഓർക്കണം.
ഇവിടെയാണ് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, പ്രത്യേകിച്ചും ഇന്ത്യയിലെ പ്രത്യേക രാഷ്ട്രീയ ബോധമുള്ളവരോട്, രാഷ്ട്രീയ അജണ്ട ഉള്ളവരോട്. എപ്സ്റ്റീന്റെ ഫയലിൽ മോദിയുടെ പേരുമായി ബന്ധപ്പെട്ട ഒരു വരി കണ്ടപ്പോൾ ചാടി വീണവർ എന്താ ഇപ്പോൾ മിണ്ടാത്തത്? മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലത്തെ ഏറ്റവും പവിത്രമായ വസ്ത്രം ഒരു ലൈംഗിക കുറ്റവാളിയുടെ ദ്വീപിൽ അയാളുടെ സ്വകാര്യ ശേഖരത്തിൽ എങ്ങനെ എത്തി? സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭരണകൂടം അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള നാടാണത്. അവിടുത്തെ ഭരണാധികാരികളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇത്രയും പ്രാധാന്യമുള്ള കിസ്വയുടെ കഷ്ണങ്ങൾ പുറത്തു പോകുമോ? അതും എപ്സ്റ്റീനെ പോലെയുള്ള ഒരാൾക്ക്. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, എപ്സ്റ്റീന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എക്സോട്ടിക് ആയിട്ടുള്ള ഓഫറുകൾ, അതെന്താണെന്ന് എപ്സ്റ്റീന്റെ ചരിത്രം അറിയാവുന്നവർക്ക് ഊഹിക്കാം. അങ്ങനെയുള്ള എക്സോട്ടിക് ഓഫറുകൾ കൈപ്പറ്റിയ സൗദിയിലെ ഉന്നതർ ആരെങ്കിലും ഇത് അയാൾക്ക് സമ്മാനിച്ചതാകാം, അല്ലെങ്കിൽ പണം കൊടുത്ത് അയാൾ ഇത് വാങ്ങിയതാകാം. ഇതിലേതായാലും അത് വിരൽ ചൂണ്ടുന്നത് വലിയൊരു വീഴ്ചയിലേക്ക് തന്നെയാണ്, അറബ് ലോകത്തിന്റെ വീഴ്ചയിലേക്ക്. കാബയുടെ തുണിക്ക് ആത്മീയ വില കൽപ്പിക്കുന്ന സാധുക്കളായിട്ടുള്ള സാധാരണ ഇസ്ലാമിക വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് അതിനെ വെറും ഒരു ഷോ പീസാക്കി മാറ്റാൻ കൂട്ടുനിന്നത് ആരാണ്? 2019 എപ്സ്റ്റീൻ അറസ്റ്റിലാകുന്നതിന് വെറും 2 വർഷം മുൻപാണ് ഈ കൈമാറ്റം നടക്കുന്നതെന്ന് ഓർക്കണം. അന്ന് അയാൾ കുപ്രസിദ്ധനായിരുന്നു എന്ന് ഓർക്കണം. ഇവിടെ നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾക്ക് മോദിയെ വിമർശിക്കാൻ 1000 നാവാണ്. മോദി ശ്വാസം വിട്ടാൽ അത് അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നവർ അവരുടെ മതത്തിന്റെ പുണ്യവസ്ത്രം അമേരിക്കൻ സെക്സ് റാക്കറ്റ് തലവന്റെ വീട്ടിൽ അലങ്കാരമായിരുന്നത് ഇവർ അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ടും അവർക്കൊന്നും പറയാനില്ലേ? സൗദി രാജാവിനെയോ അറബ് പ്രമാണിമാരെയോ വിമർശിക്കാൻ ഇവർക്ക് പേടിയാണോ? ഒരുപക്ഷെ എപ്സ്റ്റീൻ ആ തുണി അവിടെ എന്തിനുപയോഗിച്ചു എന്ന് പോലും വ്യക്തമല്ല. അയാൾ ആ ദ്വീപിൽ നടത്തിയ വൈകൃതങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയാണോ ആ വിശുദ്ധ വസ്ത്രം അവിടെ എത്തിച്ചത്? ചിന്തിക്കുമ്പോൾ പോലും അറപ്പ് തോന്നുന്നില്ലേ? മോദി നൃത്തം ചെയ്തു എന്ന് പ്രചരിപ്പിച്ചവർ എന്തുകൊണ്ടാണ് ഇതിനോട് മൗനം പാലിക്കുന്നത്? നൃത്തം ചെയ്തത് ആരായാലും പുണ്യവസ്ത്രം ചെന്നെത്തിയത് പാപിയുടെ കൈകളിലാണ്, പാപിയുടെ ദ്വീപിലാണ്. സൗദിയിലെ കിസ്വ ഫാക്ടറിയിൽ ശുദ്ധമായ പട്ടുനൂലിൽ ദൈവനാമങ്ങൾ തുന്നിച്ചേർക്കുമ്പോൾ ആ തൊഴിലാളികൾ ഒരിക്കൽ പോലും കരുതിയിട്ടുണ്ടാകില്ല തങ്ങളുടെ അധ്വാനം ചെന്നെത്തുന്നത് ഫ്ലോറിഡയിലെ ഒരു കാമഭ്രാന്തന്റെ മാമാങ്കത്തിനാകുമെന്ന്. ഈ വാർത്ത പുറത്തു വന്നിട്ടും അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ അല്ലെങ്കിൽ ഒന്ന് പ്രതിഷേധിക്കാൻ ഇവിടെയുള്ളവർ തയ്യാറാകുന്നില്ലെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ: ഇവരുടെ രാഷ്ട്രീയം വിശ്വാസത്തിന് വേണ്ടിയല്ല, മറിച്ച് അത് ചില വ്യക്തിവിരോധങ്ങൾ തീർക്കാനും ഇവരുടെ വർഗീയ അജണ്ടകൾ നടത്താനും വേണ്ടിയുള്ള ഒരു ഉപാധി, ഒരു മറ മാത്രമാണ്. ആ കറുത്ത തുണി എപ്സ്റ്റീന്റെ ദ്വീപിൽ കിടക്കുമ്പോൾ അത് നോക്കി നെടുവീർപ്പിടാനേ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾക്ക് സാധിക്കൂ. അല്ലാത്തവർക്ക് മൗനം പാലിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളം.